ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വെള്ളപ്പൊക്കം തടയാൻ കുഫോസും MS സ്വാമിനാഥൻ ഫൗണ്ടേഷനും നടത്തിയ പഠന റിപ്പോർട്ടുകൾ അവഗണിച്ചു. 2018 പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയില്ല. വേമ്പനാട്ടുകായലിന്റെ സംഭരണ ശേഷി കുറഞ്ഞതാണ് വെള്ളപ്പൊക്കത്തിന് ഒരു കാരണം. 8.5 മീറ്റർ ഉണ്ടായിരുന്ന കായലിന്റെ ആഴം എക്കലും മാലിന്യങ്ങളും നിറഞ്ഞ് 1.87 മീറ്ററായി കുറഞ്ഞു. പാടശേഖരങ്ങളിൽ കോൺക്രീറ്റ് ബണ്ട് നിർമ്മിച്ച് പ്രതിസന്ധിയായി. തോട്ടപ്പള്ളി സ്പിൽവേയിൽ ഷട്ടറിന് ഉയരമില്ലാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കി. പ്രതികരണം കാണാം. നമുക്ക് വേണ്ടത് ഈ അധികം വരുന്ന വെള്ളം സ്റ്റോർ ചെയ്യാൻ എവിടെയെങ്കിലും സ്ഥലം വേണം. ഇതാണ് വേണ്ടത്. അത് സ്റ്റോറേജ് നമ്മുടെ ഡാം കഴിഞ്ഞാൽ പിന്നെ മെയിൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ കുട്ടനാട് പാടശേഖരങ്ങൾ, പിന്നെ വേമ്പനാട് ലേക്കും, ഇത് രണ്ടുമാണ്. കുട്ടനാട്ട് പാടശേഖരത്തിൽ ശരിക്കും വെള്ളം പിടിക്കാമെങ്കിൽ ഒരു 800 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം റിട്ടേൺ ചെയ്യാം. വേമ്പനാട് ലേക്കിൽ ഒരു 400 മില്യൺ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ 1200 മില്യൺ ക്യൂബിക് മീറ്റർ, 1.2 ബില്യൺ. മിക്ക ഫ്ലഡിനെ നിർത്താം അതുകൊണ്ട്. പക്ഷേ ഇത് രണ്ടും ഇപ്പോൾ വളരെ മോശമായ സ്ഥിതിയിലാണ്. കുട്ടനാട്ടിലെ കാര്യം പറഞ്ഞാൽ പുറത്ത് കോൺക്രീറ്റ് ബണ്ട് കെട്ടിയേക്കുന്നുണ്ട്, വെള്ളം അകത്തോട്ട് കയറുന്നില്ല. വേമ്പനാടിൻ്റെ വീതിയും ആഴവും കുറഞ്ഞുകൊണ്ട് അതിൻ്റെയും ക്യാരിയിങ് കപ്പാസിറ്റി, വെള്ളം പിടിച്ചു വെക്കുന്നത് 85%, ഞങ്ങളുടെ പഠനത്തിൽ നിന്ന് 85% കുറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഒരു ഫാക്ടർ. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, വർഷാവർഷം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരുപാട് പ്രദേശങ്ങളുള്ള നാടാണ് നമ്മുടെ സംസ്ഥാനം. പക്ഷേ വർഷാവർഷം പഠനങ്ങൾ നടക്കുന്നു, നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു, പരിശോധനകൾ ഉണ്ടാകുന്നു, അധികൃതർ ഇറങ്ങുന്നു. ഇതൊക്കെ എവിടെ നടപ്പിലാകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഈ മനുഷ്യർ അനുഭവിക്കുന്ന പ്രതിസന്ധി, അതിൽ ഏതെങ്കിലും ഒരു പഠനത്തെ മുൻനിർത്തി അതിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അത് നടപ്പിലാക്കാൻ, ശുപാർശകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. എല്ലാ വർഷവും ഇങ്ങനെ ദുരിതത്തിലാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഇപ്പോഴത്തെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഇവിടെ ഇതിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അതിനൊക്കെ എന്തെങ്കിലും വിലയുണ്ടോ? റോഷ്നി, 2018 പ്രളയത്തിന് ശേഷം നമ്മൾ എന്തു പഠിച്ചു എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത്തരം പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ അതിലെ നിർദ്ദേശങ്ങളൊന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാഹചര്യം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിൽ അതിതീവ്ര മഴ പെയ്യുന്നുണ്ട്. പലപ്പോഴും അത് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുമുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കിഴക്കൻ മേഖലയിൽ അതിതീവ്ര മഴ പെയ്താൽ ആ വെള്ളം ഒഴുകിയെത്തുന്നത് പടിഞ്ഞാറ് മേഖലകളിലേക്കാണ്. ഈ സ്വാഭാവികമായും ആ വെള്ളത്തെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ആ ജലം സംഭരിക്കാനുള്ള സംഭരണികൾ നിലവിലില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലേറ്റവും പ്രധാനം ഒന്ന് വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലിന്റെ ആഴം അതിഭീകരമാം വിധം കുറഞ്ഞിട്ടുണ്ട്. അതായത് 8.5 മീറ്റർ ആഴമുണ്ടായിരുന്ന വേമ്പനാട്ട് കായലിന് ഇപ്പോൾ 2 മീറ്റർ താഴെ മാത്രമാണ് ആഴം. സ്വാഭാവികമായും മണിക്കൂറുകൾ കൊണ്ട് ഒഴുകിയെത്തുന്ന ഈ വെള്ളം ഈ വേമ്പനാട്ട് കായൽ സംഭരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിൽ അതിതീവ്ര മഴ പെയ്താൽ പോലും കടൽ നിരപ്പ് താഴ്ന്നു കിടക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ വെള്ളത്തെ കടൽ ആഗിരണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അതിതീവ്ര മഴ പെയ്താൽ പോലും കടൽ നിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വാഭാവികമായും വെള്ളത്തെ മണിക്കൂറുകൾ കൊണ്ട് മാത്രമേ ആഗിരണം ചെയ്യാൻ കടലിന് കഴിയുന്നുള്ളൂ. അത്രയും നേരം ഈ വെള്ളം എവിടെയെങ്കിലും സംഭരിക്കണം. അതിനുള്ള സ്ഥലങ്ങളില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വേമ്പനാട്ട് കായലിന് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 15% മാത്രമാണ് ഇപ്പോൾ ജലം സംഭരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേമ്പനാട്ട് കായൽ കൃത്യമായി അതിൻ്റെ എക്കലും മാലിന്യങ്ങളും മാറ്റി അതിൻ്റെ ആഴം കൂട്ടണം എന്നത് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി പല പഠനങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. പലയിടത്തും വീതി കുറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. മറ്റൊന്ന് പാടശേഖരങ്ങളാണ്. ഈ കുട്ടനാടൻ പാടശേഖരങ്ങൾ നേരത്തെ ഇത്തരത്തിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നാൽ തന്നെ ഇതിൽ മടവീഴ്ച ഉണ്ടാവുകയും അത്തരത്തിൽ ഈ പാടശേഖരങ്ങൾ ഈ ജലത്തെ സംഭരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഈ കോൺക്രീറ്റ് ബണ്ടുകളാണ് നിർമ്മിക്കുന്നത്. ഈ കോൺക്രീറ്റ് ബണ്ടുകൾക്കാകട്ടെ ഏതാണ്ട് 1-2 മീറ്റർ മാത്രം വീതിയുള്ള ഗേറ്റുകളാണ് ഇപ്പോഴുള്ളത്. ഇതുവഴി ഈ പാടശേഖരത്തേക്ക് വെള്ളം എത്തുകയോ അല്ലെങ്കിൽ പാടശേഖരത്തിൽ നിന്ന് തിരിച്ച് വെള്ളം പോകുകയോ ചെയ്യുന്ന സാഹചര്യമില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഈ തോട്ടപ്പള്ളി സ്പിൽവേ, ഇത്തവണ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. ഈ പമ്പ നദിയും അച്ചൻകോവിലാറും ഒക്കെ തന്നെ പ്രധാനമായും തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയാണ് കടലിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും അവിടെ നേരത്തെ ഉണ്ടായിരുന്ന 4.5 മീറ്ററോളം ഉണ്ടായിരുന്ന ഉയരം ഇപ്പോൾ 2 മീറ്റർ താഴെയാണ് എന്നതൊരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ മറ്റ് 18 ചെറു തോടുകളും അതോടൊപ്പം തന്നെ അന്ധകാരനഴി അടക്കമുള്ള ഇടങ്ങളൊക്കെ തന്നെ വൃത്തിയാക്കിയാൽ ഈ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയും. 2023 കുഫോസും
MS സ്വാമിനാഥൻ ഫൗണ്ടേഷനും ഇത്തരം പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കാത്തത് ഇപ്പോഴുണ്ടായിരുന്ന പ്രശ്നം അത് കൂടുതൽ ഗുരുതരമാകാൻ ഇടയാക്കിയെന്നതാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതാണ് അർജുൻ, പഠനങ്ങൾ സൂചിപ്പിക്കുന്നതൊന്നും ഇവിടെ ആരും നോക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. പിന്നെന്തിനാണ് ഈ പഠനം, പിന്നെന്തിനാണ് പരിശോധനകൾ? അതിന്റെ ശുപാർശകൾ നടപ്പിലാക്കുക എന്നുള്ളതാണല്ലോ ഇവിടെ അധികാരികൾ ചെയ്യേണ്ടതുള്ളത്.